നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മനുഷ്യരുടെ ആത്മാവിനെക്കുറിച്ചാണ്. പ്രത്യേകിച്ച് ക്രിസ്തു മതം അല്ലെങ്കിൽ ഇസ്ലാം മതമൊക്കെ പറയുന്നത് മനുഷ്യർക്ക് മാത്രമാണ് ആത്മാവുള്ളൂ എന്നുള്ളതാണ്. അതായത് പന്നികൾക്കോ പശുക്കൾക്കോ അങ്ങനെയുള്ള മറ്റ് മൃഗങ്ങൾക്കൊന്നും ആത്മാവില്ല. മനുഷ്യന് മാത്രമാണ് ഒരാത്മാവുള്ളത്. അവൻ്റെ ശരീരം നശിച്ചു പോയി കഴിഞ്ഞാലും ഈ ആത്മാവ് നശിച്ചു പോയില്ല. ആത്മാവ് എന്നും ഇങ്ങനെ ജീവിക്കും. അതായത് മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ആത്മാവ് സ്വർഗത്തിലോട്ട് പോവും, അല്ലെങ്കിൽ നരകത്തിലോട്ട് പോവും. മനുഷ്യൻ ഭൂമിയിൽ ചെയ്തിട്ടുള്ള നന്മയും തിന്മയും അനുസരിച്ചായിരിക്കും ഈ ആത്മാക്കൾ സ്വർഗത്തിലോട്ടാണോ നരകത്തിലോട്ടാണോ പോകുന്നതെന്ന് തീരുമാനമെടുക്കുന്നത്. എന്നിട്ട് പിന്നീട് അനന്തമായ കാലം മനുഷ്യന് സ്വർഗത്തിലോ അല്ലെങ്കിൽ നരകത്തിലോ ഒക്കെ ജീവിക്കാൻ കഴിയും. ഇങ്ങനെയൊക്കെയാണ് ഈ പറഞ്ഞ ക്രിസ്തു മതവും അതുപോലെ തന്നെ ഇസ്ലാം മതവും ഒക്കെ വിശ്വസിക്കുന്നത്. ഞാനീ പറഞ്ഞത് ഒരു നഴ്സറി കുട്ടികളുടെ നാടോടി കഥയിലെ രംഗമൊന്നുമല്ല. ഇന്നും ലക്ഷക്കണക്കിന് ആളുകൾ വിശ്വസിക്കുന്ന ഒരു വിശ്വാസമാണ്. നമ്മുടെ നിയമങ്ങളും രാഷ്ട്രങ്ങളും സമ്പദ് വ്യവസ്ഥയൊക്കെ നിലനിൽക്കുന്നത് ഈ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ്. മനുഷ്യന് ആത്മാവുണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്താണ്. അതുകൊണ്ട് തന്നെയാണ് മനുഷ്യന് പരിധിയില്ലാതെ മറ്റ് മൃഗങ്ങളെ ഭക്ഷണത്തിന് വേണ്ടിയും അല്ലെങ്കിൽ വിനോദത്തിന് വേണ്ടിയുമൊക്കെ കൊല്ലാനൊക്കെ കഴിയുന്നത്. ആത്മാവില്ലാത്ത മൃഗങ്ങളെ മനുഷ്യൻ്റെ ആവശ്യത്തിന് വേണ്ടി എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം എന്നൊക്കെയാണ് നമ്മൾ മനുഷ്യർ പറഞ്ഞ് പഠിക്കുകയും വിശ്വസിക്കുകയൊക്കെ ചെയ്യുന്നത്. അത് ഇതുപോലുള്ള കഥകളുടെ പുറത്താണ്. പക്ഷേ സയൻസിൻ്റെ പുതിയ കണ്ടുപിടുത്തങ്ങൾ ഇതുപോലുള്ള ആളുകളെ ഒരുപാട് അസ്വസ്ഥരാക്കുന്നുണ്ട്. അവർ പല മൃഗങ്ങളെയും ഇഴകീറി പരിശോധിച്ച് നോക്കിയിട്ടുണ്ട്, ഇതിൻ്റെ അകത്ത് എവിടെയെങ്കിലും ആത്മാവുണ്ടോ എന്നുള്ളത്. ശരിയാണ്, മതവിശ്വാസങ്ങൾ പറയുന്നതനുസരിച്ച് മൃഗങ്ങളിൽ ആത്മാവിനെ ഒന്നും കണ്ടെത്താൻ സയൻസിന് കഴിഞ്ഞിട്ടില്ല. മൃഗങ്ങളെ മാത്രമല്ല സയൻസ് ഇഴകീറി പരിശോധിച്ചത്, മനുഷ്യനെയും ഇതുപോലെ പരിശോധിച്ച് നോക്കി. എന്നിട്ടും മനുഷ്യൻ്റെ ഉള്ളിൽ ആത്മാവിൻ്റെ അംശമൊന്നും കണ്ടെത്താൻ ഈ പറഞ്ഞ ഒരു സയൻസിനോ ഒരു ടെക്നോളജിക്കോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഒരു മൃഗമോ അല്ലെങ്കിൽ ഒരു മനുഷ്യനോ ജനിക്കുന്നതിന് വേണ്ടി ആത്മാവിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നുള്ളത്. ഒരച്ഛൻ്റെ സ്പേം അമ്മയുടെ എഗ്ഗുമായി കൂടിച്ചേർന്ന് ഒരു സെല്ലുണ്ടാകുന്നു. ആ സെല്ല് മൾട്ടിപ്ലൈ ചെയ്ത് ഒരു കുട്ടിയായി മാറുന്നു. വീണ്ടും അടുത്ത തലമുറയിൽ ഇതേ പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്ത് അവർക്കും കുട്ടികളുണ്ടായി വരുന്നു. ഇവിടെ ഒരു ആത്മാവ് അകത്തോട്ട് വരികയോ പുറത്തോട്ട് പോവുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഈ പറഞ്ഞ സെല്ലിൻ്റെ അകത്തുള്ള DNA-കൾ, അതായത് അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും കിട്ടുന്ന DNA-കളിൽ നമ്മൾ ഏത് രൂപത്തിലാവണം എങ്ങനെ ആവണം എന്നുള്ള പ്രോഗ്രാമുകളെല്ലാം കോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് പ്രകൃതി. അപ്പോൾ അതുമാത്രമാണ് നമുക്ക് പൂർവികരിൽ നിന്നിങ്ങനെ പാസ്സായി പോകുന്നത്. അത് വഹിക്കുന്ന ഒരു ശരീരം മാത്രമാണ് നമ്മുടെ. അല്ലാതെ നമ്മൾ ഒരു ആത്മാവുള്ളൊരു പ്രത്യേക പദവികളുള്ളൊരു ജീവിയൊന്നുമല്ല. സയൻസ് എപ്പോഴും പുതിയ കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ കടുത്ത മതവിശ്വാസികൾ എപ്പോഴും എതിർപ്പുമായിട്ട് വരാറുണ്ട്. അവർ ഒരുപാട് ബഹളം വയ്ക്കാറുണ്ട്. കാരണം ഈ പുതിയ കണ്ടുപിടുത്തങ്ങൾ അവരുടെ ദൈവങ്ങൾക്കുള്ള നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്നു. അത് ആർക്കും സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവരെപ്പോഴും ഈ ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ സ്കൂളുകളിൽ ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. റിലേറ്റിവിറ്റി തിയറിയും അതുപോലെ തന്നെ ക്വാണ്ടം മെക്കാനിക്സും തുടങ്ങിയ അതികോംപ്ലക്സായ ഒരുപാട് തത്വങ്ങൾ നമ്മുടെ സ്കൂളിലെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. അതിനൊന്നും ഈ പറഞ്ഞ വിശ്വാസികളാരും എതിർപ്പുമായിട്ട് വരാറില്ല. കാരണം അതൊന്നും നേരിട്ട് ഈ ദൈവവിശ്വാസത്തെയൊന്നും ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ പരിണാമ സിദ്ധാന്തം പഠിപ്പിക്കാനായിട്ട് ആരും സമ്മതിക്കില്ല. അതിനെ എപ്പോഴും ചോദ്യം ചെയ്ത് ബഹളം വെച്ച് ആളുകളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം എടുത്തു കളഞ്ഞത് ആത്മാവിനെ മാത്രമല്ല, അതോടൊപ്പം ദൈവങ്ങളെയുമാണ്. അതുകൊണ്ടാണ് ആളുകൾ ഇതിനെതിരായിട്ട് ഇത്രയും വലിയ ബഹളമൊക്കെ ഉണ്ടാക്കുന്നത്. ബഹളമൊന്നും ഉണ്ടാക്കിയിട്ടൊരു കാര്യമില്ല. കാരണം ഇതൊക്കെ ഓൾറെഡി തെളിയിക്കപ്പെട്ട് കഴിഞ്ഞ വിഷയങ്ങളാണ്. മനുഷ്യൻ എങ്ങനെയാണ് പരിണമിച്ചിന്ന് ഈ കാണുന്ന നിലയിലോട്ട് എത്തിയതെന്നും അതിനു വേണ്ടിയിട്ട് അനേകായിരം തെളിവുകളും നമുക്ക് ലഭിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ പുറകെ ബഹളം വെച്ച് ഇത് കുട്ടികൾ പഠിക്കാതിരുന്നാലൊക്കെ ദൈവങ്ങളെയും മതങ്ങളെയൊക്കെ സംരക്ഷിച്ച് നിർത്താമെന്ന് ആളുകൾ കരുതുന്നുണ്ടെങ്കിൽ അത് ശരിയല്ല. കാലഘട്ടം കഴിഞ്ഞു പോകുമ്പോൾ ഈ വക കെട്ടുകളെല്ലാം അഴിഞ്ഞ് മനുഷ്യർ കുറച്ചുകൂടി സ്വതന്ത്രമായി മാറാനാണ് സാധ്യത. കാരണം എനിക്ക് പ്രതീക്ഷയുണ്ട്, പുതിയ കുട്ടികളിൽ ഒരുപാട് പ്രതീക്ഷയുണ്ട്. അവർ ഉപയോഗിക്കുന്ന ഫോൺ അല്ലെങ്കിൽ ലാപ്ടോപ്പ്, അതല്ലെങ്കിൽ അവർ സഞ്ചരിക്കുന്ന വാഹനം, അതല്ലെങ്കിൽ അവർ ന്യൂസിൽ കാണുന്ന മറ്റ് ഗ്രഹങ്ങളിലോട്ട് മനുഷ്യർ
അയച്ച പേടകങ്ങളുടെ ചിത്രങ്ങളും അവിടെ നിന്ന് കിട്ടുന്ന ഡാറ്റയും പിന്നെ ചന്ദ്രനിൽ പോയി മനുഷ്യൻ ഇറങ്ങിയതിൻ്റെ തെളിവുകളും അങ്ങനെ സയൻസ് ദിവസം പ്രതി ആയിരക്കണക്കിന് തെളിവുകളുമായി നമ്മുടെ മുമ്പിലോട്ട് വരികയാണ്. അപ്പോൾ ഒരു പ്രത്യേക ഭാഗം മാത്രം തെരഞ്ഞു പിടിച്ച് അത് തെറ്റാണ് എന്ന് പറയുന്ന വിവരക്കേടൊന്നും നമ്മുടെ പുതിയ കുട്ടികൾ ചെയ്യില്ല. അവർക്ക് ഈ പറഞ്ഞ കോംപ്ലക്സ് തിയറികളും കോംപ്ലക്സ് കാര്യങ്ങളും എല്ലാം പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത് ഈ പറഞ്ഞ പ്രകൃതിയുടെ സയൻസിൻ്റെ കുറേ തത്വങ്ങൾ ഉപയോഗിച്ചാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള സത്യത്തിലോട്ടാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഇടയിൽ നിന്ന് ഈ ഒരു തെളിവുകളുടെയും ഈ ഒരു ലോകത്തിൻ്റെയും ഇടയിൽ നിന്ന് മതപുസ്തകങ്ങളെയും ദൈവങ്ങളെയും സംരക്ഷിക്കാനായിട്ട് കഷ്ടപ്പെടുന്നവരുടെ അവസ്ഥ പരിതാപകരമായി മാറിക്കൊണ്ടിരിക്കുകയുള്ളൂ മുന്നോട്ട് പോകുമ്പോൾ. കാരണം അതിനിയൊരു എക്സിസ്റ്റൻസ് ഒരുപാട് കാലത്തേക്കില്ല. കാരണം കുറച്ച് തലമുറകൾ കഴിഞ്ഞ് വരുമ്പോൾ എന്തായാലും മനുഷ്യൻ ഈ മാറ്റം ഉൾക്കൊണ്ടേ മതിയാകുകയുള്ളൂ. ഇതുപോലത്തെ ചവറുകളെല്ലാം വഴിയിൽ ഉപേക്ഷിച്ച് നമ്മുടെ കുട്ടികൾ സയൻസിൻ്റെ കയ്യും പിടിച്ച് മുന്നോട്ട് നടക്കും എന്നുള്ളത് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. നമുക്ക് അടുത്ത അധ്യായത്തിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. താങ്ക് യു.